ഇതില് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കേസൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. എന്താണ് കേസ് എന്ന് ചോദിച്ചു കഴിയുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫാമിലി ലോ ചെയ്യുന്നുണ്ട്. എന്റെ ആശാൻ ഫാമിലി ലോയിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ആളാണ്. അപ്പൊ അറിയാവുന്നവർക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയിലൊക്കെ ആണെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ടി എസ് സന്തോഷ് ആണ് എന്റെ ആശാൻ. എന്റെ ആശാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് കേസ് കിട്ടുക. നമ്മൾ കേസ് നടന്നുണ്ടാക്കുക എന്നുള്ളതല്ല, മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. എന്റെ ആശാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നീ ആദ്യം മനുഷ്യനാവണം, മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. ഒരാളുടെ സങ്കടമോ ദുഃഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ടൈം സ്പെയർ ചെയ്യാനും കൊടുക്കണം. ഇതില് നീ കേസ് നടത്തുക, പൈസ വാങ്ങുക എന്ന് മാത്രമല്ല, ഒരാളുടെ ബുദ്ധിമുട്ടിനെ നമ്മൾ പഠിച്ച നിയമപാഠങ്ങൾ വെച്ചിട്ട് അവരെ സഹായിച്ച് അവരെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അവിടെയാണ് ഒരു അഭിഭാഷകന്റെ വിജയം. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യാം. നമ്മളുടെ ഒരു കക്ഷി അല്ലെങ്കിൽ നമ്മളെ വിളിച്ചു, ഒരു സുഹൃത്തായിക്കോട്ടെ, എല്ലാവരും ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ബേസിസ് ഉണ്ടാവണം, എന്നാലും ആ എത്തിക്സും ഉണ്ടാവണം. അതിൽ ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അത് കേസായിട്ട് ആദ്യം തന്നെ നമ്മളെ കേസിലേക്ക് കൊണ്ടുപോകാതെ, അതായത് നിയമത്തിന്റെ നൂലാമാലകളിലേക്ക് കയറ്റാതെ എങ്ങനെയെങ്കിലും ഇത് സംസാരിച്ച് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ എന്നുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യാമെങ്കിൽ നമ്മൾ സംസാരിച്ചു നോക്കും. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട റിലീഫ് എന്താണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും ഒരു കേസ് വന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടീന്റെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പൊ പാരന്റ്സ് ആണെങ്കിലും ടേക്ക് കെയർ ചെയ്യാനായിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ചോദിച്ചു, അപ്പൊ കുട്ടീനെ എന്ത് ചെയ്യാം. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ സാഹചര്യം വന്ന് ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് നോക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഫാദർ ലൈക്ക് മെന്റലി ഹീസ് നോട്ട് ഫിറ്റ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞപ്പോ എന്നാ ഞങ്ങൾ ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കക്ഷിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു. അപ്പൊ അവർക്കിടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ റിട്ടേൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ക്യാഷോ അല്ലെങ്കിൽ ഫീസോ അല്ല. ഒരാൾക്കവിടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവർക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷൻ, ഇറ്റ്സ് നോട്ട് കൈൻഡ് ഓഫ് എ കോൺട്രിബ്യൂഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അത് നമുക്ക് നമ്മളുടെ തൊഴിലിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് വേറൊരാൾക്ക് എന്ത് നേടിക്കൊടുക്കാം. അവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ കുട്ടീന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് ഏറ്റവും വലിയൊരു വില. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ജോലി ചെയ്യുന്നതിന് ഫീസ് കിട്ടുക അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പോഴും ഞാൻ അടിസ്ഥാനമായിട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ആശാൻ. ഞാൻ എപ്പോഴും പ്രൗഡായിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്, എന്റെ ആശാൻ എന്ന് പറയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ മനുഷ്യൻ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തോരം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഇപ്പൊ ആൾക്കാർ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്റെ ആശാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ആശാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ആശാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആശാന്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കും. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇതെന്താ ഇങ്ങനെ ഈ ചെറുക്കൻ ഇങ്ങനെ ഓടി നടക്കണേ, അതിൽ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ബെനിഫിറ്റ് അല്ല. നമ്മളുടെ ഗുരു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ആശാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദറിനോട് എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ആശാന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അതിനുള്ളൊരു ഗൈഡൻസ് തരുന്ന ഒരു ആശാൻ, കേസ് എങ്ങനെ നടത്തണം എന്ന് പഠിപ്പിക്കുന്ന ആശാൻ, ലൈഫിലെ സ്റ്റോറീസ്, ആശാന് പറ്റിപ്പോയ എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മക്കളെ എനിക്ക് അന്ന് ഇങ്ങനെ പറ്റി, ഇനി നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞാൽ അത് നോക്കി വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു തരുന്ന ഒരാശാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സീനിയറിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത് ലൈഫിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷൻ എന്ന് പഠിക്കുക എന്ന് പറയുന്നതും പ്രൊഫഷണൽ എത്തിക്സ് തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിൽ നിന്നല്ല, നല്ല ഒരു സീനിയറിന്റെ കൂടെ പഠിക്കണം. അതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യാം. ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഇതില് ഫാമിലി ലോയോ ക്രിമിനൽ ലോയോ മാത്രം പഠിച്ചുകൊണ്ട് നടന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നല്ലൊരു വക്കീലാവില്ല, സിവില് എന്തായാലും പഠിക്കണം എന്ന് പറയും. സിവിലും ഫാമിലി ലോയും ഇതെല്ലാം എഴുതപ്പെട്ട ബുക്കാണ്, ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും അത് മനസ്സിലാക്കാനും പറ്റി അവരുടെ റൈറ്റും കാര്യങ്ങളും വേണ്ടി വാദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്രൊഫഷണലിസം. ഓക്കെ.